കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ക്രിസ്തീയ ദർശനം ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ സ്നേഹ വന്ദനം. 2026 ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഒരു പുതിയ ആത്മീയ സന്ദേശവുമായി നിങ്ങളെ സമീപിക്കാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാ മാസവും 13-ാം തീയതി ഒരു പ്രത്യേക പരിപാടി എന്നുള്ള നിലയിൽ ആത്മീയമായ ലഘു സന്ദേശം നിങ്ങളിൽ എത്തിക്കാൻ ക്രിസ്തീയ ദർശനം പ്രവർത്തകർ ശ്രമിക്കുകയാണ്. ഈ പ്രത്യേക പ്രോഗ്രാം, അതിൻ്റെ നാമം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തുന്ന ചോദ്യങ്ങൾ. നമുക്കറിയാം, യേശു കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ നിരവധി ചോദ്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരോടും തന്നെ സമീപിച്ച അനേക ആളുകളോടും താൻ ചോദിച്ചിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങളെല്ലാം വ്യക്തികൾക്കും സമൂഹത്തിനും പരിവർത്തനത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ്. ആ ചോദ്യങ്ങൾ ശ്രോതാക്കളിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ്, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം താൻ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന മനോഹരമായ ഒരു രംഗം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം കാണുന്നു. അവിടെ താൻ സ്നേഹിച്ച തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവ് ചോദിക്കുന്ന ആ ചോദ്യം ചോദിക്കാനായിട്ടുണ്ടായ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം നാം അവിടെ കാണുന്നുണ്ട്. കർത്താവിൻ്റെ മരണത്തിന് ശേഷം താൻ ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എങ്കിലും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു അനിശ്ചിതത്വം നേരിട്ട പ്രത്യേകമായിട്ടുള്ള സന്ദർഭം. പത്രോസിൻ്റെ നേതൃത്വത്തിൽ ഏതാനും ശിഷ്യന്മാർ കൂടി വന്നു. ഭാവി പരിപാടികൾ നിശ്ചയിക്കാനായിട്ടുള്ള ഒരു യോഗമായിരുന്നു അത് അവരുടെ പഴയ പണിസ്ഥലമായ തിബരിയസ് കടൽക്കരയിൽ ആയിരുന്നു. നേതാവായ പത്രോസ് തൻ്റെ നയം വ്യക്തമാക്കി: ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ഞങ്ങളും പോരുന്നു എന്ന് മറ്റുള്ളവരും പറഞ്ഞു. അവർ പടകിൽ കയറി മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും പിടിച്ചില്ല. ഫലരഹിതമായ അധ്വാനത്തിന് ശേഷം പുലർച്ചെ കരയടുക്കുന്ന ശിഷ്യന്മാരെ കാത്തുനിന്ന യേശു കർത്താവ് അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നു: കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അവരുടെ ഉത്തരം ഇല്ല എന്നായിരുന്നു. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശാൻ അവൻ പറഞ്ഞു. പെരുത്ത മീൻകൂട്ടം വലയിൽ കുടുങ്ങി. 153 വലിയ മീനുകൾ തന്നെ ലഭിച്ചു. മടങ്ങി കരയിലെത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച അതിനേക്കാൾ അതിശയിപ്പിക്കുന്നതായിരുന്നു. തീക്കനലിന്മേൽ വെച്ചിരിക്കുന്ന മീനും അപ്പവും അവർ കണ്ടു. അതുമാത്രമല്ല, യേശു കർത്താവ് തൻ്റെ കൈകൊണ്ട് അവർക്ക് അത് വിളമ്പി കൊടുത്തു. അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞു. ആ സന്ദർഭത്തിൽ യേശു കർത്താവ് അവനോട് ചോദിക്കുന്ന ചോദ്യമാണിത്. എന്തുകൊണ്ടായിരിക്കും കർത്താവ് ഈ ചോദ്യം ചോദിച്ചത്? ഒരിക്കൽ തൻ്റെ തൊഴിലും വലയും പടകും എല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ച ഊർജ്ജസ്വലനായ ശിഷ്യനായിരുന്നു പത്രോസ്. അതുമാത്രമല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ
ക്രിസ്തു ആകുന്നു എന്ന് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ ആളാണ് പത്രോസ്. പത്രോസ് കർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ തൻ്റെ പഴയ തൊഴിലിലേക്കും പഴയ ജീവിത സാഹചര്യങ്ങളിലേക്കും മടങ്ങിപ്പോയത് കർത്താവായ യേശുക്രിസ്തുവിനെ വളരെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ സന്ദർഭത്തിലാണ് അവൻ ആ ചോദ്യം ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. പത്രോസ് ആ ചോദ്യത്തിന് മുമ്പിൽ പല മറുപടികളും പറഞ്ഞു. പക്ഷേ ആ മറുപടികളൊന്നും കർത്താവിനെ തൃപ്തിപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, യേശു കർത്താവ് അവനോട് ആവർത്തിച്ച് ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കർത്താവിൻ്റെ മുൻപിൽ അവൻ ദുഃഖിതനായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗം ഉണ്ടായി. പത്രോസിന്റെ ജീവിതത്തിൽ ഇങ്ങനെ പറയാനായിട്ടിടയായി: കർത്താവെ, നീ സകലവും അറിയുന്നു. 2026 നമ്മുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യം മനസ്സിലാക്കി യേശു കർത്താവ് നമ്മോടും ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് നമ്മുടെ മറുപടി? അവന് സകലതും അറിയാം എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ്റെ മുൻപാകെ നമുക്ക് എന്ത് മറുപടി പറയാനായിട്ട് കഴിയും? അവൻ്റെ മുമ്പിൽ നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. ഈ പുതിയ വർഷത്തിൽ ദൈവമുൻപാകെ നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ചിട്ട് ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വർദ്ധിച്ചൊരുവൻ കർത്താവെ എനിക്ക് അവസരം നൽകണമേ എന്ന് പറഞ്ഞ് നമ്മെ തന്നെ ദൈവമുൻപാകെ വിനയപ്പെടുത്താം. കർത്താവിനെ വെച്ചാൽ മറ്റൊരു ചോദ്യവും അതിൻ്റെ വിശദീകരണവുമായി അടുത്ത മാസം 13 നമുക്ക് വീണ്ടും കാണാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ആമീൻ. Do you love me more than these? This is a question asked by Jesus Christ to Peter, the disciple that he loved the most before his ascension to heaven. The context for this question to be asked is mentioned in the Gospel of John, chapter 21. Under the leadership of Peter, a few disciples gathered, a meeting to discuss future plans, and the meeting ground was their old workplace, River Tiberias. The leader Peter made his stance clear: I am going fishing. And the rest replied, we are also coming. They boarded the boat and left to fish. They toiled all night and caught nothing. After their fruitless efforts, as the disciples reached near the shore by early morning, they were waited for by Jesus Christ, where he asked the question, Children, do you have anything to eat? And they replied, No. He tells them to cast the net onto the right side, and they catch a huge haul, 153 big fish. When they returned to the shore, the sight they beheld was surprising. Bread and fish were kept on the fire coals. Not just that, Jesus Christ serves them the food by his own hands, and there they recognize Jesus. It is at this moment that Jesus asks this question. What could be the reason for him to ask so? Simon Peter had left his job, his boat, and his net to follow Jesus. He also had testified that Jesus Christ is the living God's Son. But in Christ's absence, he went back to his old life, which greatly grieved the Lord. Peter tried to answer the Lord's questions, but they were not convincing enough. And the repeated questioning deflated him. With sadness, he finally answers, Oh Lord, you know everything. Now in 2026, knowing how we lead our current life, if Christ asks you this question, what would be your answer? He knows everything. Let us fully submit unto him, and may we grow in our love for God
and our fellow brethren. God willing, we will be coming back to you on the 13th of March 2026 with a new message. Stay tuned.